ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുः ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇനി മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 5-ാമത്തെ മന്ത്രം കേൾക്കാം. തത്രാപരാ ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷാ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി അധ പരായയാ തദക്ഷരമധിഗമ്യതേ. തത്ര അവയിൽ അപര എന്നത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം ഇതി എന്നുള്ളതാകുന്നു. അഥ ഇനി യയാ ഏതുകൊണ്ടാണോ തത് അക്ഷരം ആ അക്ഷരബ്രഹ്മം അധിഗമ്യതേ അറിയപ്പെടുന്നത്, സാ അത് പരവിദ്യ എന്ന് ഉച്യത്തെ പറയപ്പെടുന്നു. പരാ എന്നും അപര എന്നും വിദ്യ 2 വിധമുണ്ടെന്ന് മുമ്പത്തെ മന്ത്രത്തിൽ പറഞ്ഞു. അവയിൽ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ 4 വേദങ്ങളും അതിൻ്റെ അംഗങ്ങളായ ഉപാംഗങ്ങളായ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നീ 6 അംഗങ്ങൾ കൂടിയതിനാണ് അപരവിദ്യ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന വിധത്തിലുള്ള വിശേഷണത്തോടു കൂടിയ അക്ഷരബ്രഹ്മത്തെ പ്രാപിക്കുന്നതിന് സാധനമായ വിദ്യ ഏതോ അത് പര ആകുന്നു. ഇവിടെ ഒരു സംശയമുണ്ടാകാം. ബ്രഹ്മവിദ്യ ഋഗ്വേദം മുതലായവയിൽ ഉൾപ്പെടാത്തതാണെങ്കിൽ അത് പരവിദ്യയാകുന്നത് എങ്ങനെ, മോക്ഷസാധനമാകുന്നത് എങ്ങനെ? യാവേദ ബാഹ്യാ സ്മൃതയോ യാശ്ച കാശ്ച കുദൃഷ്ടയ സർവാസ്താ നിഷ്ഫല പ്രേത്യ തമോനിഷ്ഠാ ഹിതാ സ്മൃത. വേദബാഹ്യങ്ങളായിട്ട് ഏതെല്ലാം സ്മൃതികളും കുദൃഷ്ടികളുമുണ്ടോ അവയെല്ലാം നിഷ്ഫലങ്ങളും മരിച്ചതിന് ശേഷം അന്ധകാരമയമായ ലോകത്തിൽ എത്തിക്കുന്നവയുമാകുന്നു എന്നാണ് സ്മൃതി പറയുന്നത്. അതനുസരിച്ച് ബ്രഹ്മവിദ്യയും കുദൃഷ്ടിയും നിഷ്ഫലമായതുകൊണ്ട് സ്വീകാര്യമല്ലെന്നും ഉപനിഷത്തുക്കൾ ഋഗ്വേദം മുതലായവയിൽ ഉൾപ്പെട്ടയല്ലെന്നും വരികയില്ലേ? അതല്ല, അവിടെ ഇല്ലാത്തതൊന്നും വരികയില്ലേ? അപ്പോൾ ഉപനിഷത്തുകൾ ഋഗ്വേദാദിയിൽ ഉൾപ്പെട്ടവയാണെങ്കിൽ പര എങ്ങനെയുള്ളതാണെന്ന് വേർപെടുത്തി പറഞ്ഞതിന് അർത്ഥമൊന്നും ഇല്ലെന്നും വരും. പര എന്ന് പറഞ്ഞതും ശരിയല്ല. ഈ ആക്ഷേപത്തിന് സമാധാനം എന്താണെന്ന് വെച്ചാൽ, ഉപനിഷത്തുകളെ കൊണ്ട് അറിയപ്പെടേണ്ട അക്ഷരബ്രഹ്മത്തെ പറ്റിയുള്ള വിജ്ഞാനത്തെയാണ് പ്രധാനമായി പരവിദ്യ എന്ന് വിവക്ഷിച്ചിട്ടുള്ളത്. അല്ലാതെ ഉപനിഷത്തിൻ്റെ ശബ്ദരാശിയെ അല്ല. വേദശബ്ദം കൊണ്ടാകട്ടെ എല്ലായിടത്തും ശബ്ദരാശിയെ തന്നെ വിവക്ഷിച്ചിരിക്കുന്നു. വേദത്തിൻ്റെ ശബ്ദരാശിയെ അറിഞ്ഞാലും ഗുരുവിനെ അഭിഗമിക്കുക മുതലായ വേറെ യത്നവും വൈരാഗ്യവും കൂടാതെ അക്ഷരബ്രഹ്മപ്രാപ്തി സംഭവിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മവിദ്യയെ ഋഗ്വേദാദിയിൽ നിന്നും വേർപെടുത്തിയതും പരവിദ്യ എന്ന് പറഞ്ഞതും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പരവിദ്യ എന്താണ്, അപരവിദ്യ എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപരവിദ്യ എന്ന് പറയുന്നതിൽ 4 വേദങ്ങളും അതിൻ്റെ 6 അംഗങ്ങളും ഉൾപ്പെട്ടു എന്ന് പറഞ്ഞു. അക്ഷരബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവിനാണ് വിദ്യ എന്ന് പറയുന്നതും പറഞ്ഞു. അപ്പോൾ ഇത് വേദത്തിൻ്റെ അംഗമല്ലേ എന്ന് ചോദിച്ചാൽ അതാണെന്നും അവിടെ പറയുന്നുണ്ട്. അവിടെ സ്മൃതികളും കുദൃഷ്ടികളും അവയെല്ലാം നിഷ്ഫലങ്ങളും മരിച്ചതിന് ശേഷം അന്ധകാരമായ ലോകത്തിൽ എത്തിക്കുന്നതാകുന്നു എന്നൊക്കെ പറഞ്ഞു. ബ്രഹ്മവിദ്യയും കുദൃഷ്ടിയും നിഷ്ഫലമായതുകൊണ്ട് സ്വീകാര്യമല്ലെന്നും ഉപനിഷത്തുകൾ വേദങ്ങൾ മുതലായ ഉൾപ്പെട്ടവയിലല്ലെന്നും വരികയില്ല എന്നും ഇവിടെ സംശയലേശമെന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പര എന്ന് പറയുന്നത്
അക്ഷരബ്രഹ്മത്തെ പറ്റിയുള്ള വിജ്ഞാനമാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. അവിടെ വേദങ്ങളെക്കുറിച്ച് ശബ്ദരാശിയെ അറിഞ്ഞാലും ഗുരുവിൻ്റെ മുഖത്തിൽ നിന്നും കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജ്ഞാനം നേടിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ വിദ്യ, പരവിദ്യ കരഗതമാകുകയുള്ളൂ, ഹൃദിസ്ഥമാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മറ്റുള്ളത് അതല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊരു കാര്യമാണോ ജ്ഞാനിയായ ഗുരുവിൻ്റെ അടുത്ത് നിന്നും പഠിക്കേണ്ടത്, ഹൃദിസ്ഥമാക്കേണ്ടത്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ബുദ്ധിയോടുകൂടി ജ്ഞാനം നേടേണ്ടത്, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഊന്നി പറയുന്നത്, രണ്ട് വിദ്യയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നത് അതാണ്.